ഞാന് വരവ് സിനിമ കണ്ടു. AK സാജന്റെ തിരക്കഥ, ഷാജി കൈലാസ് സംവിധാനം, ജോജു ജോർജ് നായകൻ. ജോജുനെ കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമായിരുന്നു. അതുകൊണ്ട് സിനിമ മൊത്തം കാണുമ്പോൾ വലിയ മടുപ്പൊന്നും ഫീൽ ചെയ്തില്ല. ജോജുന്റെ പെർഫോമൻസ് രസമുണ്ട്. ഈ ജോജു ഇല്ലായിരുന്നെങ്കിൽ സിനിമയുടെ കാര്യം ഭയങ്കര കഷ്ടമാവുന്ന എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഭയങ്കര കഷ്ടമാവും. ഒന്നാമത് ഷാജി കൈലാസിന് ഒരു ആവശ്യമില്ലായിരുന്നു ഇതുപോലൊരു സിനിമ എടുക്കണ്ടേ. അതായത് എത്രയോ മലയാള സിനിമകളിൽ കണ്ടിട്ടുള്ള, അത് മാസ് മസാല സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള കുറെ സംഭവങ്ങള് അത് കുത്തി നിറച്ചുണ്ടാക്കിയ ഒരു സംഭവമാണ് ഈ വരവ് സിനിമ. അപ്പൊ ഇത് ഹൈ റേഞ്ചിൽ കഥ പറയുന്നു എന്നുള്ളൂ, അല്ലാണ്ട് വേറെ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല. ഇതിനകത്ത് പ്രതികാരമുണ്ട്, സൗഹൃദമുണ്ട്, സഹോദരി ബന്ധമുണ്ട്. പക്ഷേ ഒരുപാട് സിനിമകളിൽ കണ്ടു മടുത്ത കുറെ കാര്യങ്ങൾ തന്നെ, മലയാള സിനിമ എന്നല്ല ലോക സിനിമ ഉണ്ടായ കാലം തൊട്ടുള്ള കുറെ കാര്യങ്ങൾ തന്നെയാണ് കാണിക്കുന്നത്. അപ്പൊ നമ്മുടെ ജോജുവിന്റെ ക്യാരക്ടറിന്റെ പേര് പോൾസൺ എന്നാണ്. പോൾസണ് ഹൈ റേഞ്ചിൽ താമസമാണ്, അയാൾക്ക് കുടുംബമുണ്ട്, അയാൾക്ക് അയാളുടേതായിട്ടുള്ള കുറെ ബന്ധങ്ങളും സൗഹൃദവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അയാൾ കുറച്ച് കാലങ്ങളായിട്ട് ജയിലിലാണ് ഒരു കൊലക്കുറ്റത്തിന്റെ പേരിൽ. ആ കൊലക്കുറ്റത്തിൽ ജയിലിൽ പോയ അയാൾ 10 ദിവസത്തെ പരോളിൽ ഇറങ്ങിയിട്ട് ഈ 10 ദിവസം കൊണ്ട് അയാൾ നടപ്പിലാക്കുന്ന പ്രതികാര നടപടികളാണ് സിനിമ കാണിക്കുന്നത്. ഈ 10 ദിവസം കൊണ്ട് പുറത്തിറങ്ങുമ്പോൾ അയാൾക്ക് വളരെ ശക്തമായിട്ടുള്ള എതിരാളികൾ അപ്പുറത്തുണ്ട്, അയാൾക്ക് കുറെ ലക്ഷ്യങ്ങളുണ്ട്. അതുപോലെ തന്നെ അയാൾക്ക് നഷ്ടങ്ങളും സംഭവിച്ചു ലൈഫിൽ. പക്ഷെ പ്രശ്നം എന്താ അറിയോ, കുറെ ക്യാരക്ടേഴ്സ് വന്നിട്ടും അയാളുടെ ലൈഫിൽ പ്രതികാരം കാണിക്കുന്നു, നഷ്ടം കാണിക്കുന്നു, ദുഃഖം കാണിക്കുന്നു. പക്ഷെ നമുക്കുണ്ടല്ലോ നമ്മുടെ ഇമോഷണൽ ലെവൽ എന്ന് പറയുന്നത് 0 ആണ്. നമുക്ക് യാതൊരു വിധത്തിലുള്ള ഇമോഷണൽ കണക്ഷൻ ഒന്നും ക്യാരക്ടേഴ്സിന്റെ അടുത്ത് വരുന്നില്ല. അവര് കരയുന്നു, അവര് ചിരിക്കുന്നു, അവര് പ്രതികാരം കാണിക്കുന്നു എന്നല്ലാണ്ട് അത് സെറ്റ് ആവുന്നില്ല. ഇപ്പൊ നമ്മളൊരു ആക്ഷൻ മൂവി എടുക്കുന്ന സമയത്ത് അത് വർക്ക് ആവണമെങ്കിൽ എന്ത് ചെയ്യണം, നമുക്കൊരു ഇമോഷണൽ കണക്ഷൻ കിട്ടണം ക്യാരക്ടേഴ്സിന്റെ അടുത്ത്. ഇപ്പൊ മാർക്കോ സിനിമയാണെങ്കിൽ പോലും അത്രയും വയലൻസ് വന്നിട്ടും നമുക്കൊരു കണക്ഷൻ കിട്ടുന്ന എന്തുകൊണ്ട്, അതിനകത്ത് ഫാമിലി, കുട്ടികൾ, ഇതൊക്കെ വരുന്ന സമയത്ത് അത് കുറച്ചൊക്കെ നമുക്ക് ആ കണക്ഷൻ കിട്ടും. പക്ഷെ ഇതിനകത്തുണ്ടല്ലോ അങ്ങനെ ഒരു കണക്ഷൻ വരുന്നില്ല. പിന്നെ ജോർജിന്റെ പെങ്ങളായിട്ട് അഭിനയിച്ചിരിക്കുന്നത് സുകന്യയാണ്, നമ്മുടെ പഴയകാല നടി സുകന്യ. അപ്പൊ ഈ സുകന്യ കുറെ കാലങ്ങളായിട്ട് ഓവർ ആക്ടിങ്ങിന്റെ കുഞ്ഞമ്മയുടെ മോളായിട്ട് വരിക, അത്രയും ഓവർ ആക്ടിങ് ഉള്ള ഒരാളാണ് സുകന്യ. ആ സുകന്യ ഓവർ ആക്ടിങ് ഒട്ടും കുറയ്ക്കാണ്ട് ഇതിലും അങ്ങേയറ്റം ചെയ്തിട്ടുണ്ട്. എനിക്കിത് കാണുന്ന സമയത്ത് പണ്ട് ഏഷ്യാനെറ്റില് കടമറ്റത്ത് കത്തനാർ എന്ന് പറയുന്ന സീരിയൽ ഉണ്ടായിരുന്നു. ആ സീരിയലിനകത്ത് സുകന്യ യക്ഷിയായിട്ടുള്ള സംഭവം കണ്ട്, സുകന്യ ഓവർ ആക്ടിങ്ങിന് അങ്ങേയറ്റ പീക്കാണ് സംഭവം. അതേ ലെവൽ സാധനം തന്നെ. അതിനകത്ത് യക്ഷിയാണ്, ഇതിനകത്ത് കന്യാസ്ത്രീയാന്നുള്ളൂ, വേറെ ഒന്നും വരുന്നില്ല. സുകന്യ ഓവർ ആക്ടിങ് കാണിച്ച് എന്തിനാണ് ഈ സുകന്യനൊക്കെ കൊണ്ടുവന്നത്? അത് എനിക്ക് മനസ്സിലാവാത്ത കാര്യം. ഇത്രയും ഓവർ ആക്ടിങ് ആയിട്ടുള്ള, ഇൻഡസ്ട്രി പിടിച്ചു നിൽക്കാൻ തന്നെ പാടുള്ള ഒരു ആക്ട്രസിനെ കൊണ്ടുവന്നിട്ട് ക്യാരക്ടർ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ദീപക് പറമ്പോലാണ് ഇതിനകത്ത് ഒരു ബ്രദറായിട്ട് വന്നിട്ടുള്ളത്. ഈ ദീപക് പറമ്പോളിന്റെ കാര്യം പറയുന്ന സമയത്ത് പുള്ളിക്കാരന് ഓൾമോസ്റ്റ് എല്ലാ സിനിമകളിലും ചെയ്യുന്ന പോലെ തന്നെ ആ സെയിം സംഭവങ്ങളിൽ കൂടുതലായിട്ടൊന്നും ചെയ്യാൻ പുള്ളിക്കാരന് പറ്റിയിട്ടില്ല. സ്ഥായിയായിട്ടുള്ള ഭാവമൊക്കെ വെച്ചിട്ടാണ് ക്യാരക്ടർ ചെയ്തിട്ടുള്ളത്. പക്ഷെ അത് വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അർജുൻ അശോകൻ യാതൊരു വിധത്തിലും ഒരു ഇമോഷണൽ കണക്ഷനും കിട്ടാത്തൊരു ക്യാരക്ടറാണ്, നമുക്ക് കിട്ടില്ല. അതായത് പുള്ളിക്കാരന്റെ ക്യാരക്ടർ എനിക്ക് തോന്നുന്നത് അർജുൻ അശോകൻ ചെയ്യേണ്ട ഒരു കാര്യമില്ലായിരുന്നു. ഒന്നാമത്തത് കുറച്ചും കൂടി അഭിനയിക്കാൻ പറ്റുന്ന ആ ക്യാരക്ടർ എടുത്താൽ പൊങ്ങുന്ന ആർക്കെങ്കിലും ഒക്കെ കൊടുക്കായിരുന്നു. ഒന്നും ഇല്ലാത്തൊരു ക്യാരക്ടർ അർജുൻ അശോകൻ ഒന്നും ചെയ്യാൻ പറ്റാത്തത് പോലെയൊക്കെ ഫീൽ ചെയ്തു. അതേപോലെ തന്നെ നമ്മുടെ അസീസ് വരുന്നുണ്ട്, ബൈജു വരുന്നുണ്ട്. അവരൊക്കെ അവരുടെ ക്യാരക്ടർ ഒക്കെ ചെയ്ത് പോയിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ജോജോന്റെ ആക്ഷൻ, അതാണ് മെയിൻ ആയിട്ട് എന്ന് പറയുന്നത്. നമ്മുടെ അഖിൽമാരാർ എങ്ങാണ്ട് കഴിഞ്ഞ ഒരു പ്രൊമോഷൻ പ്രോഗ്രാമിലൊക്കെ പറഞ്ഞു കേട്ടിരുന്നു, ജോജു ജോർജിനെ പോലെ ഇത്രയ്ക്ക് ഫ്ലെക്സിബിൾ ആയിട്ട്, ഈ വണ്ണവും വെച്ച് ഇത്രയ്ക്ക് ഫ്ലെക്സിബിൾ ആയിട്ട് ആക്ഷൻ കൈകാര്യം ചെയ്യുന്ന ഒരു നടൻ സൗത്ത് ഇന്ത്യയിൽ വേറെ ഇല്ലാന്ന്. എന്തൊരു തള്ളലാൻ നോക്കണേ. നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ ഒരു പറച്ചിലുണ്ട്, വെറുതെ ആളെ മോട്ടറാക്കലേന്ന് പറയും. അതാണ് എനിക്ക് അഖിൽമാരാറിന്റെ അടുത്തും ഈ സിനിമ കണ്ടപ്പം പറയാൻ തോന്നിയത്, വെറുതെ പുള്ളിനെ മോട്ടറാക്കല്ലേ. ജോജുവിന്റെ ആക്ഷൻ ഭയങ്കര കഷ്ടം. മമ്മൂക്ക കഴിഞ്ഞാൽ പിന്നെ ഇത്രയും ബോറായിട്ട് ആക്ഷൻ ചെയ്യുന്ന ഒരാൾ വേറെ ഇല്ലാന്ന് എനിക്ക് തോന്നിയത്. അതായത് ജോജുവിന് ഒരു പരിമിതി ഉണ്ട്, ആ ബോഡി വെയിറ്റ് വെച്ച് പുള്ളിക്കാരന് ആക്ഷൻ ചെയ്യുന്നതിൽ ഭയങ്കരമായ പരിമിതി ഉണ്ട്. അപ്പൊ പുള്ളിക്കാരന് ഒരുപാട് ഓടാൻ പറ്റില്ല, ചാടാൻ പറ്റില്ല, അത്ര അങ്ങോട്ട് ഓക്കെ അല്ല. അപ്പൊ പുള്ളിക്കാരൻ നിന്ന സ്ഥലത്ത് വെച്ചാണ്, പുള്ളിക്കാരനൊന്നും ചെയ്യാനില്ല, പുള്ളിക്കാരന് ആരെങ്കിലും വന്ന് അവന്റെ കഴുത്തിന് പിടിക്കുന്നു, അവന് 2 ഇടി ഇടിക്കുന്നു, ആ നിന്ന സ്ഥലത്ത് വെച്ചുള്ള പരിപാടികൾ മാത്രമേ കാണിക്കുള്ളൂ. മമ്മൂക്കയാണ് മലയാളത്തിൽ ഇതുപോലെ ആക്ഷൻ കൈകാര്യം ചെയ്യുന്ന മറ്റൊരു നടനുള്ളത്. മമ്മൂക്ക എന്താ ചെയ്യാ, മമ്മൂക്കയ്ക്ക് പ്രായം കൊണ്ട് അനങ്ങാൻ വയ്യ, ഓടാനും ചാടാനും വയ്യ. അപ്പൊ പുള്ളിക്കാരൻ എന്ത് ചെയ്യും, ആ നിന്ന സ്ഥലത്ത് വെച്ചിട്ട് പുള്ളിക്കാരൻ ഇങ്ങനെ ആക്ഷൻ ചെയ്യും. അതേപോലെ തന്നെ ജോജോ ആക്ഷന് വേണ്ടിയിട്ട് ഒരു പട്ടി അങ്ങോട്ട് അനങ്ങാൻ വയ്യാത്ത അവസ്ഥയാണ്. സത്യത്തിൽ ഈ ഒരു ബോഡി വെയിറ്റ് ഒക്കെ വെച്ച്, വണ്ണൊക്കെ വെച്ച് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും ഫ്ലെക്സിബിൾ ആയിട്ട് ആക്ഷൻ ചെയ്യുന്ന ഒരാള് ലാലേട്ടനാണ്. ലാലേട്ടൻ നന്നായിട്ട് ചെയ്യും. ഇതിനേക്കാൾ ഭംഗിയായിട്ട് പുള്ളിക്കാരൻ കുറെ കൂടി ഫ്ലെക്സിബിൾ ആണ്. പുള്ളിക്കാരൻ ഒരു ഒറ്റ സ്ഥലത്ത് നിന്ന് മാത്രം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അപ്പം അഖിൽമാരാറിന്റെ ആ സ്റ്റേറ്റ്മെന്റ് കേട്ടതുകൊണ്ട് പറഞ്ഞതാണ്. നമ്മുടെ മുരളി ഗോപിയാണ് വില്ലനായിട്ട് വന്നിട്ടുള്ളത്. ഡയലോഗ് ഡെലിവറി, അതുപോലെ തന്നെ പുള്ളിക്കാരന്റെ ആ ഒരു ബോഡി ലാംഗ്വേജ്, അതൊക്കെ ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ അത്ര രസമായി വന്നിട്ടും ഒന്നും ചെയ്യാനില്ല. അതാണ് ഇതിനകത്തുള്ള ഒരു പ്രശ്നം. ഭയങ്കര രസമായ ഒരു ബിൽഡപ്പ് ഒക്കെ കൊടുത്തു വന്നിട്ടും കാര്യമായിട്ട് ഒന്നും ചെയ്യാനില്ലാണ്ട് വന്നു. സാം CS ആണ് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിട്ടുള്ളത്. വലിയ ഇമ്പാക്ട് ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ ഈ സിനിമ മൊത്തത്തിൽ നോക്കുന്ന സമയത്ത്
എനിക്കിപ്പോ ടെക്നിക്കൽ സൈഡ് പ്രത്യേകം എടുത്ത് പറയണം തോന്നുന്നില്ല, കാരണം പ്രത്യേകിച്ചൊന്നും ഫീൽ ചെയ്യുന്നില്ല. ഇതിനകത്ത് ഒന്നും ഇല്ലാത്തൊരു സിനിമ കേട്ടോ. പ്രത്യേകിച്ച് ഇമോഷണൽ കണക്ഷനോ കാര്യങ്ങളോ അല്ല. പ്രത്യേകിച്ച് ഒരു കഥാ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ക്ലീഷയായിട്ടുള്ള സംഭവമാണ്. ആർട്ടിസ്റ്റുകളുടെ പെർഫോമൻസ് ആണെങ്കിൽ ജോജു ആണ് നൈസായിട്ട് ചെയ്തിട്ടുള്ളത്. പക്ഷെ ആക്ഷൻ ഈ പറഞ്ഞ പോലെ ജോജു സൗത്ത് ഇന്ത്യയിലെ ഭയങ്കര ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരേ ഒരു ആക്ഷൻ കൈകാര്യം ചെയ്യുന്ന നടനാണെന്നൊന്നും പറയാൻ പറ്റില്ല. അഖിൽമാരാറിന്റെ സ്റ്റേറ്റ്മെന്റ് പോലും ഭയങ്കര കോമഡി ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അപ്പം ഷാജി കൈലാസിന്റെ ഡിറക്ഷൻ സൈഡ് നോക്കുകയാണെങ്കിൽ ഷാജി കൈലാസ് കുറച്ചും കൂടി നല്ല സിനിമകൾ ചെയ്യാമായിരുന്നു. ഇതെല്ലാം ഷാജി കൈലാസിന്റെ കയ്യിൽ നിന്ന് എക്സ്പെക്ട് ചെയ്തിട്ടുള്ള സംഭവമാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്.